അക്വാപോണിക്സ് സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ചെടികൾ വളർന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തെ മാലിന്യങ്ങൾ മൂലകങ്ങളൊക്കെ വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ അത് ചെടികൾ വളർത്താൻ ചുമ്മാ മിറ്റിൻ്റെ അകത്ത് വെള്ളം വിട്ടിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ ഫിൽട്രേഷൻ പക്ക ആയിരിക്കണം. അതിൻ്റെ അകത്ത് സോൾട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ഫിൽട്ടർ ചെയ്ത് വന്നിട്ട് ലവണത്തിലെ ലവണങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നു, തിരിച്ച് വെള്ളം വരുന്നു. ഇതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വീടുകളിലൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ഇച്ചിരി നന്നായിട്ട് ചെയ്യണമെങ്കിൽ ബയോഫ്ലോക്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ റിസ്ക് ആണ്. അത് ഹൈ ഡെൻസിറ്റിയാണ്, കറണ്ട് പോകാൻ പാടില്ല. പിന്നെ അതിൻ്റെ അകത്തെ എല്ലാ കണ്ടന്റുകളും നമ്മൾ നോക്കി, അതിൻ്റെ അകത്ത് അണുക്കളുടെ കളറ് എല്ലാം നോക്കി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം ബയോഫ്ലോക്ക് ചെയ്യുമ്പം അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യണം. ബയോഫ്ലോക്കിലെ മീനിന് ഉപ്പൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ മീനിന് ഇച്ചിരി രുചി കൂടുതലുണ്ട് ബയോഫ്ലോക്കിലെ മീനുകൾക്ക്. അതുപോലെ നമ്മൾ ഈ സാധാരണ കുളത്തിലും അക്വാപോണിക്സ് ഒക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് ഇടയ്ക്ക് നമ്മൾ ഓരോ കിലോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ അക്വാപോണിക്സ് ചെയ്യുമ്പോൾ നമ്മൾ 15 ദിവസം കൂടും പകുതി വെള്ളം മാറ്റി പുതിയ വെള്ളം വിടുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇടല്ലേ, എന്ന് വെച്ചാൽ സസ്യങ്ങൾ നിൽക്കുന്നുണ്ട്, കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഒരു 1000 ലിറ്ററിന് ഒരു 1/2 കിലോ ഉപ്പ് വെച്ചിടാം. അപ്പോൾ അത് മീനിൻ്റെ രുചിയും കാര്യങ്ങളെല്ലാം കൂട്ടാനും എല്ലാം ഉപയോഗിക്കും. അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ കേരളത്തിലുള്ള ജനത്തിന് വിഷരഹിതമായ മീനും വിഷരഹിതമായ പച്ചക്കറിയും ഈസിയായിട്ട് കഴിക്കുവാനുള്ളതും അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത്.